എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതായത് തൃശ്ശൂർ ജില്ലയിലെ അടാട്ട് പഞ്ചായത്തിലെ ആ വാർത്ത ഞാൻ ഈ അടുത്ത കാലത്താണ് കണ്ടത്. എന്തായാലും എനിക്ക് മനസ്സ് നിറഞ്ഞു, ഒരുപാട് സന്തോഷമായി. കേരളത്തിലെ പല ജില്ലകളിലും പല പഞ്ചായത്തുകളിലും വളരെ നിസ്സാരമായും ലളിതമായും വളരെ ശാസ്ത്രീയമായും ചെയ്യാൻ കഴിയുന്ന മാർഗ്ഗമാണ് ഈ കാര്യങ്ങളൊക്കെ. ഈ ചെയ്യുന്ന കാര്യം അനിൽ അക്കരെ എന്ന് പറഞ്ഞ അദ്ദേഹം MLA കയറിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ റെസ്പെക്റ്റും അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അതിനുവേണ്ടി അവിടെ പ്രവർത്തിക്കുന്ന ആ കൂട്ടുകാർക്കും ആ നല്ല മനുഷ്യർക്കും വേണ്ടി കൊടുക്കുകയാണ്. ഓരോ പഞ്ചായത്തിലും നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നുള്ളൂ, നിസ്സാരമായിട്ട്. ഇവിടെ കേരളത്തിലെ തെരുവുനായ പ്രശ്നങ്ങൾ എന്നൊരു പ്രശ്നം അവിടെ ഇല്ലാതാവുന്നത് അങ്ങനെയാണ്. കാരണം പേവിഷബാധയെ നിർമ്മാർജ്ജനം ചെയ്യാനും നായകളുടെ കേരളത്തിലെ അമിതമായ വംശവർദ്ധനയെ നിയന്ത്രിക്കാനും നമുക്കിതൊരു വല്ലാത്തൊരു പരിഹാര മാർഗ്ഗമാണ്. ആ പരിഹാര മാർഗ്ഗം എളുപ്പം എന്ന് പറഞ്ഞാൽ ഇതാണ്: നമ്മളെ നായകൾക്കും അവർക്കും ആനുകൂല്യങ്ങൾ കൊടുക്കുക. സാധാരണ കോഴി വളർത്തലിന് ആനുകൂല്യമുണ്ട്, കന്നുകാലികൾ വളർത്തലുണ്ട്, ആടുകളെ വളർത്തുന്ന ഇവർക്കൊക്കെ ആനുകൂല്യമുണ്ട് വളർത്തുമൃഗങ്ങൾക്കായിട്ട്. എന്തുകൊണ്ട് നായകൾക്ക് ഒരു വളർത്തുമൃഗമാണ് നായ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ മനുഷ്യനൊപ്പം ജീവിക്കുന്ന ഒരു ജീവിയാണ് നായകൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്തുകൂടാ? നാടൻ നായക്കുഞ്ഞുങ്ങൾ ദത്തെടുത്ത് വളർത്താൻ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, സാമ്പത്തികമായിട്ട് സാഹചര്യങ്ങൾ ഇല്ലാത്തവരുണ്ട്. അവർക്കൊക്കെ കൂട് ആനുകൂല്യമായിട്ട് കൊടുക്കുക, സൗജന്യമായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്ധീകരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ ഒത്തിരി ഇത് നമ്മൾ ഗവൺമെന്റോ പഞ്ചായത്ത് ഒക്കെ ഇടപെട്ടാൽ ഒരു നാടൻ നായക്കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്താനുള്ള പ്രോത്സാഹനങ്ങളൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണെന്ന് വെച്ചാൽ ഈ കേരളത്തിലെ തെരുവുനായകമായി ബന്ധപ്പെട്ട ഈ ഒരു ഇഷ്യൂസ് അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ ബന്ധപ്പെട്ടവരും അധികാരികളും ഇതൊന്നും ചെയ്യുകയോ അതൊന്നും കണക്കിലെടുക്കുകയോ ചെയ്യുന്നില്ല. പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. മനസ്സിലായില്ലേ? മറ്റുള്ള വളർത്തുമൃഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ പോലെ തന്നെ. അതായത് അപ്പൊ ഇവരൊക്കെ പറയും പശു പാൽ തരുന്നു, ആട് പാൽ തരുന്നു, കുഞ്ഞുങ്ങളെ തരുന്നു, കോഴി മുട്ട തരുന്നു. നായ എന്താണ് തരുന്നത്? നായയാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത് തരുന്നത്. കാരണം നിങ്ങളുടെ ജീവന്റെ സുരക്ഷയാണ് നിങ്ങൾക്ക് നായ തരുന്നത്. അത് മറ്റൊരു ജീവികളിൽ നിന്നും കിട്ടില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, വീട്ടിൽ പാമ്പുകൾ വരുമ്പോൾ വിളിച്ചറിയിക്കുന്നു, മറ്റ് അപകട സൂചനകളും അപായങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് മുൻകൂട്ടി അറിയുന്നത് ഒക്കെ നായ. എന്തുകൊണ്ട് നായകളെ പോലീസിലും മറ്റ് മിലിറ്ററിയിലും മറ്റ് വിഭാഗത്തിലൊക്കെ എടുക്കുന്നത്? അതൊക്കെ നായയുടെ ഒരു കഴിവുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ നിറഞ്ഞ സ്നേഹം തരുകയും നിങ്ങളൊക്കെ കാവിൽ നിന്നിട്ട് നിങ്ങളെ സംരക്ഷിക്കുകയും അത്ര നന്ദിയോട് എന്നാണ് നായ എന്ന് പറഞ്ഞ ജീവി. കേരളത്തിലെ തെരുവുനായുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരാൻ ഇതാണ് ദത്തെടുത്ത് വളർത്താനുള്ള ഗവൺമെന്റ് പ്രോത്സാഹനം കൊടുക്കുക, നല്ല രീതിയിലുള്ള വന്ധീകരണം നടത്തുക. ഇതൊക്കെ നല്ല പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഓരോ പഞ്ചായത്തിലും ചെയ്താൽ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്നതാണ്.